As we know, a lot of metabolic processes are taking place in our body at a given instant, and also they are aerobic. We require oxygen for conducting those metabolic activities in our body. So the cells of our body are constantly in contact with oxygen, and this constant contact with oxygen may generate many toxic effects. And now it is seen that the toxic effect brought about by the contact with oxygen is due to generation of free radicals. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന കാരണമാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഓക്സിജൻ ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നിലവിലത്തെ പഠനങ്ങൾ പറയുന്നത്. സോ ലെറ്റ്സ് സി വാട്ട് ആർ ദീസ് ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് it's defined as a molecule or a molecular species that contains one or more unpaired electrons and is capable of independent existence. അപ്പോൾ എന്താണ് ഒന്നോ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഡെഫിസിറ്റ് ഉള്ള ഒരു മോളിക്യൂളിനെയോ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ സ്പീഷീസിനെയോ ആണ് ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് സാധ്യമാണെന്നുള്ളതാണ്. ഇനി ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഔട്ടർ ഷെൽസിൽ ഉള്ളത് കൊണ്ട് ഔട്ടർ ഷെല്ലിൽ അൺപെയർഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആണ് നിൽക്കുന്നത്. അൺപെയർഡ് മീൻസ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെ ഡെഫിസിറ്റ് ആണ് ഉണ്ടാവുക. ചിലപ്പം ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 3, 5 അങ്ങനെ. ഓക്കെ, അപ്പം നമുക്കറിയാം എപ്പോഴും ഒക്ടറ്റ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ എപ്പോഴാണോ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ ഡെഫിസിറ്റ് ഉള്ള ഒരു മോളിക്കുലാർ സ്പീഷീസോ അല്ലെങ്കിൽ ഒരു മോളിക്യൂളോ വരുന്നത്, അതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ഇനി ഈ ഒരു അല്ലെങ്കിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ ഡെഫിസിറ്റ് ഉള്ളത് കാരണം തന്നെ they are highly unstable. എന്തുകൊണ്ടാണ് അൺസ്റ്റേബിൾ ആയത്? അവർ ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം അവർക്ക് നോർമലായിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മോളിക്യൂളിനെ പോയി അറ്റാക്ക് ചെയ്ത് അതിൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ വാങ്ങിച്ചെടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. സോ ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഹൈലി റിയാക്റ്റീവ് ആൻഡ് ദേ ആർ ഓൾസോ ഷോർട്ട് ലിവ്ഡ്. എന്തുകൊണ്ടാണ് ഷോർട്ട് ലിവ്ഡ് ആണെന്ന് പറഞ്ഞത്? ഏതെങ്കിലും സ്റ്റേബിൾ once if these free radicals are generated, what they do is they go and attack the normal or stable molecules and steal their electrons. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺസ് സ്റ്റീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ എന്തായി? ഫ്രീ റാഡിക്കൽസ് സ്റ്റേബിളായി അവരുടെ ലൈഫ് അപ്പോൾ അവിടെ അവസാനിച്ചു. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ആരുടെ കയ്യിൽ നിന്നാണോ ഇലക്ട്രോൺസ് സ്റ്റീൽ ചെയ്തത്, ദീസ് ഫ്രീ റാഡിക്കൽ വിൽ റെൻഡർ ദോസ് മോളിക്യൂൾ ആസ് എ ഫ്രീ റാഡിക്കൽ. ആ മോളിക്യൂളിനെ ഒരു ഫ്രീ റാഡിക്കലായിട്ട് മാറ്റും. ബിക്കോസ് അവരുടെ കയ്യിൽ നിന്ന് ഒരു അൺപെയർഡ് ഇലക്ട്രോണിനെ എടുത്തേക്കുന്നത്. സോ ആ നോർമലായിട്ട് സ്റ്റേബിളായിട്ട് നിന്ന മോളിക്യൂൾ എന്തായി മാറും? ഫ്രീ റാഡിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദേ അബ്സ്ട്രാക്ട് ഇലക്ട്രോൺസ് ഫ്രം അതർ കോമ്പൗണ്ട്സ് to attain stability, and as the attacked molecule loses its electron, they become a free radical itself and beginning a chain reaction cascade. അങ്ങനെയാണ് ആ ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുക? ലിവിങ് സെല്ലിൽ വളരെയധികം ഡാമേജസ് കോസ് ചെയ്യുന്നത്. മെയിനായിട്ടും നമ്മുടെ ബയോമോളിക്യൂൾസ് ആയ ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, DNA അതുപോലത്തെ മോളിക്യൂൾസിനെയൊക്കെയാണ് ഈ ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിപ്പിഡ്സ് എവിടെയായിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്? സെൽ മെംബ്രെയിനിൽ ധാരാളം ലിപ്പിഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ സെൽ മെംബ്രെയിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ടായിരിക്കും മെയിനായിട്ട് ഫ്രീ റാഡിക്കൽസ് അവരുടെ ആക്ഷൻ തുടങ്ങുന്നത്. അപ്പം ഒരു ലിപ്പിഡ് മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്ത് അത് ഫ്രീ റാഡിക്കലായി മാറിക്കഴിഞ്ഞാൽ എന്താണ് പറ്റുക? അത് ഉടനെ തൊട്ടടുത്തിരിക്കുന്ന ലിപ്പിഡിനെ പോയി അറ്റാക്ക് ചെയ്യും. അങ്ങനെ പോയി ഒരു ചെയിൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, മെയിനായിട്ടും ഫ്രീ റാഡിക്കൽസ് 2 കാറ്റഗറീസിലാണ് വരുന്നത്. ഒന്ന് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആൻഡ് ദി അതർ ഇസ് റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ദേ ആർ. അപ്പോൾ ഈ ടേബിളിൽ കാണാൻ പറ്റുന്നുണ്ട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഇവിടെ കാണുന്നുണ്ട്, താഴെ റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ് കാണുന്നുണ്ട്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഇസ് അബ്രിവേറ്റഡ് ആസ് ROS ആൻഡ് റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ് ഇസ് അബ്രിവേറ്റഡ് ആസ് RNS. ഓക്കെ, ഈ 2 കാറ്റഗറിയിലും നിങ്ങൾക്ക് 2 ടേബിൾസ് കാണാൻ പറ്റുന്നുണ്ട്. വൺ ഇസ് റാഡിക്കൽ ആൻഡ് ദ നെക്സ്റ്റ് ഇസ് നോൺ റാഡിക്കൽ. വാട്ട് യു മീൻ ബൈ റാഡിക്കൽ? റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ദേ ആർ സ്പീഷീസ് വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദ ഷെൽസ് അറൌണ്ട് ദ ആറ്റോമിക് ന്യൂക്ലിയസ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ഓക്കെ, അപ്പം അവരുടെ പുറത്തുള്ള ഷെല്ലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മാത്രമുള്ള അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് മാത്രമുള്ള കോമ്പൗണ്ട്സിനാണ്
റാഡിക്കൽസ് എന്ന് വിളിക്കുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ROSൽ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും വരുന്ന റാഡിക്കൽസ് ആണ് സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ, ഹൈഡ്രോക്സിൽ റാഡിക്കൽ, പെറോക്സൈൽ റാഡിക്കൽ, ആൽക്കോക്സൈൽ റാഡിക്കൽ ആൻഡ് ഹൈഡ്രോ പെറോക്സൈൽ റാഡിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ഫ്രീ റാഡിക്കലിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഇതുപോലെ ഡോട്ട്സ് ഇട്ടിട്ടാണ്. ഇവിടെ കാണാം ഹൈഡ്രോക്സിൽ റാഡിക്കൽ OH ഡോട്ട് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡോട്ട്സ് ഇട്ട് വരുന്നതെല്ലാം എന്താണ്? ഫ്രീ റാഡിക്കൽസ് ആണ്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ നോൺ റാഡിക്കൽസ് കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് നോൺ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ? ദേ ആർ സ്പീഷീസ് they are not free radical but can easily lead to free radical reactions in living organism. അപ്പോൾ ഇവർ as such free radicals അല്ല, പക്ഷെ എന്താണ്? They can start a free radical reaction by attacking biomolecules. അങ്ങനത്തെ കേപ്പബിലിറ്റി ഉള്ളവരെയാണ് നോൺ റാഡിക്കൽസ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ്, അതുപോലെ ഹൈപ്പോക്ലോറസ് ആസിഡ്, then ozone, singlet oxygen, അതുപോലെ പെറോക്സിനൈട്രേറ്റ്. പെറോക്സിനൈട്രേറ്റിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ബോത്ത് ROS ആൻഡ് RNS. കാരണം അതിന് നൈട്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പോൾ രണ്ട് സ്പീഷീസിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ് പെറോക്സിനൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാറ്റഗറി ഓഫ് ഫ്രീ റാഡിക്കൽ. ഇവിടെ RNSൽ നോക്കിക്കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, ആൻഡ് മെനി സച്ച് നൈട്രജൻ കണ്ടെയ്നിങ് സ്പീഷീസ് ആർ പ്രസന്റ് ഓർ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ RNS. ഓക്കെ, Now RNSും ROSും നമുക്ക് ആവശ്യമുള്ളതാണോ? അതായത് നോർമലായിട്ട് അത് രണ്ട് ജോബും ചെയ്യും. അതായത് അത് ബെനഫിഷ്യലും ആണ്, അതുപോലെ തന്നെ ഹാംഫുള്ളും ആണ്. ലോവർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലാണെങ്കിൽ ബോത്ത് ദീസ് ROS ആൻഡ് RNS ആർ ബെനഫിഷ്യൽ. അപ്പോൾ അവർ വളരെയധികം ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്, ഇമ്മ്യൂൺ റിയാക്ഷൻസിൽ ഇൻവോൾവ് ആണ്, അതുപോലെ സെൽ സിഗ്നലിംഗ് പാത്വേസിൽ ഇൻവോൾവ് ആണ്, ദെൻ മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ കില്ല് ചെയ്യാൻ ആ പ്രോസസ്സിലൊക്കെ മോഡറേറ്റ് ലെവൽസിൽ ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് ഇൻവോൾവ് ആണ്. അത് നമുക്ക് ബെനഫിഷ്യലും ആണ്. പക്ഷേ once they attain a higher concentration, what happens is they generate oxidative stress, or they just simply start attacking our biomolecule and cause oxidative stress. ഇനി ROS ആണ് stress create ചെയ്യുന്നതെങ്കിൽ we call it as oxidative stress, and if RNS is creating the stress, it is known as nitrosative stress. Okay, so these two are developed when there is an excess production of ROS and RNS. ഇനി ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അത് അഫോർഡബിൾ ആണോ? നമുക്ക് അങ്ങനെ നമ്മുടെ ബയോമോളിക്യൂൾസിനെ ഒരു ഡീജനറേഷന് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. സോ വാട്ട് അവർ ബോഡി ഡസ് ഇസ്, നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുമ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രീ റാഡിക്കൽസ് വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻസ്, ദേ ആർ നോൺ എസ് എൻഡോജീനസ് ആൻറ്റി ഓക്സിഡൻസ്. നമ്മുടെ ബോഡി മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ഡയറ്റിൽ നിന്നും നമ്മൾ കഴിക്കുന്ന പല ഫുഡിൽ നിന്നും അതുപോലെ ചില മിനറൽസും എല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. പക്ഷെ പ്രിൻസിപ്പൽ റോൾ ഓഫ് ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ് ഓർ ഫ്രീ റാഡിക്കൽ ക്വെഞ്ചിങ് എന്ന് പറയും. ക്വെഞ്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അടക്കുക എന്നുള്ള, നമ്മൾ ക്വെഞ്ചിങ് തേഴ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്വെഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കലിനെ അടക്കി നിർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഈ എന്താ പറയുക, ഡാമേജ് കോസ് ചെയ്യാനുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? ക്വെഞ്ചിങ് എന്ന് വിളിക്കുന്നത്. Okay, so the quenching of free radical is performed by antioxidant. അപ്പോൾ എപ്പോഴാണ് ഈ ഫ്രീ റാഡിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിനെ അത് അഫക്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when there is an imbalance between ROS and the antioxidant. അപ്പോൾ ഹയർ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഹയർ എമൗണ്ടിൽ ROSോ RNSോ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ they can outnumber the amount of antioxidants which are produced by our body. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഈ ഉണ്ടാക്കി ഇത്രയും ക്വാണ്ടിറ്റി ROSനെയോ RNSനെയോ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ പറയുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും അതുപോലെ നൈട്രോസേറ്റീവ് സ്ട്രെസ്സും ഉണ്ടാവുന്നത്. ഇനി ROS can damage the integrity of various biomolecules. ഞാൻ നേരത്തെ പറഞ്ഞു ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, DNA അതൊക്കെയാണ് ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ നടന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു മെനി ഡിസീസസ്.
like diabetes mellitus, then many neurodegenerative diseases, rheumatoid arthritis, cataractsനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. UV ഒക്കെ വന്നു കഴിഞ്ഞാലും എന്താണ് കാറ്ററാക്ട്സ് എന്താണ്, ലെൻസിന്റെ ഒപ്പാസിറ്റി നഷ്ടപ്പെടുന്നതാണ്. ഐ ലെൻസിന്റെ ഒപ്പാസിറ്റി നഷ്ടപ്പെടുന്ന കണ്ടീഷനാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പം അതും ഫ്രീ റാഡിക്കൽ അറ്റാക്ക് വഴിയാണ് നടക്കുന്നത്. പക്ഷെ അതിനെ ട്രിഗർ ചെയ്യുന്നത് എക്സോജീനസ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ആണ് മെയിൻ ആയിട്ടും. അതെന്താണ്, ഇപ്പം പലതരം റേസ് ഉണ്ടല്ലോ, എക്സ് റേസ്, ഗാമ റേ, UV റേ, ഈവൻ കോസ്മിക് റേ ക്യാൻ ട്രിഗർ ഫ്രീ റാഡിക്കൽ ആക്ഷൻ ഇൻ അവർ ബോഡി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പല ഡിസീസും നമുക്ക് കോസ് ചെയ്യുന്നത്. അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ്, റെസ്പിറേറ്ററി ഡിസീസ്, ആസ് വെൽ ആസ് ഏജിങ് പ്രോസസ്സ്. അപ്പോൾ അതെല്ലാം ഫ്രീ റാഡിക്കൽസ് കോസ് ചെയ്യുന്ന ഡിസീസ് കണ്ടീഷൻസ് ആണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ഓക്സിജൻ കൂടുതലുള്ള അല്ലെ ഓക്സിജനുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്ന ഓർഗൻസിലാണ് മെയിനായിട്ട് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ലങ്സ് ആണെങ്കിൽ എപ്പോഴും ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു ഓർഗനാണ്. സോ ലങ്സിന്റെ സെൽസിന് മിക്കവാറും ഈ പറയുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആന്റി ഓക്സിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ടോക്സിൻസിനെ ഡീൽ ചെയ്യുന്ന ഓർഗൻസ്. അത് ഏതൊക്കെയാണ്, ലിവർ, അതുപോലെ കിഡ്നി. ഇവിടെയൊക്കെ ധാരാളം ടോക്സിൻസിനെ എന്ത് ചെയ്യാറുണ്ട്, അവർ ഡീൽ ചെയ്ത് ഡീടോക്സിഫിക്കേഷൻ ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓർഗൻസിലും ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സെൽസ്, ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ടീരിയൽ ആക്ഷനിലൊക്കെ ആര് ഇൻവോൾവ് ആണ്, ROSും RNSും ഒക്കെ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു, ബാക്ടീരിയയുടെ ഫാഗോസൈറ്റോസിസിലൊക്കെ. അപ്പോൾ ഈസിനോഫിൽസ്, ന്യൂട്രോഫിൽസ് അതുപോലത്തെ സെല്ലുകളുടെ ഉള്ളിലും ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, മെയിൻ ആയിട്ടും അവിടെയൊക്കെയാണ് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നത് ആസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിക് പ്രോസസ്സസ്. ആൻഡ് അങ്ങനെ റിസൾട്ട് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും, സ്റ്റേബിളായ ബാക്കിയുള്ള ബയോ മോളിക്യൂൾസിനെയൊക്കെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസ്ഡ് കണ്ടീഷൻസും ഉണ്ടാവുന്നത്. And now we'll look into properties of free radicals, especially റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്ന ടൈറ്റിലിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്, അവരുടെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ദ സൂപ്പർ ഓക്സൈഡ് അയോൺ. സൂപ്പർ ഓക്സൈഡ് അയോണിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് O2 ഡോട്ട് ഇട്ടിട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു ഡോട്ട് മുകളിൽ പ്ലേസ് ചെയ്തിരിക്കും ഫ്രീ റാഡിക്കലിനെ സിഗ്നിഫൈ ചെയ്യാനായിട്ട്. ഇനി ഇതാണ് നമ്മുടെ സൂപ്പർ ഓക്സൈഡ് അയണിന്റെ ഡെസിഗ്നേഷൻ. ഓക്കെ, സോ അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ROS എന്ന് പറയുന്നത് സൂപ്പർ ഓക്സൈഡ് അയൺ ആണ്. അത് മെയിനായിട്ട് നമ്മുടെ ബോഡി നടക്കുന്ന എൻസൈമാറ്റിക് പ്രോസസ്സസ് വഴിയായിട്ടാണ് സൂപ്പർ ഓക്സൈഡ് അയോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഓട്ടോ ഓക്സിഡേഷൻ റിയാക്ഷൻ ആൻഡ് ബൈ നോൺ എൻസൈമാറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രോൺ ഇസ് ട്രാൻസ്ഫർ ടു മോളിക്കുലർ ഓക്സിജൻ. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ വഴിയാണ് ആര് ജനറേറ്റ് ചെയ്യുന്നത്, സൂപ്പർ ഓക്സൈഡ് അയോണിനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ മെയിനായിട്ടും മൈറ്റോകോൺട്രിയയിലും ആൻഡ് ഇറ്റ്സ് റിയാക്ടിവിറ്റി വിത്ത് ബയോമോളിക്യൂൾസ് ഇസ് ലോ. മൈറ്റോകോൺട്രിയലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിനായിട്ടും. ബയോമോളിക്യൂൾസുമായിട്ടുള്ള റിയാക്ടിവിറ്റി ജനറലി കുറവാണ്. ഇനി ഈ സൂപ്പർ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യാൻ കാരണമാവുന്ന കുറച്ച് എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഉണ്ട്. ആ എൻസൈമാറ്റിക് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് സാന്തൻ ഓക്സിഡേസ്, ലിപ്പോക്സിജനേസ്, സൈക്ലോക്സിജനേസ്. സൈക്ലോക്സിജനേസിനെ ഓർക്കുന്നുണ്ടാവും ബിക്കോസ് വി സ്റ്റഡീഡ് ഇൻ പ്രോസ്റ്റഗ്ലാൻഡിൻ സിന്തസിസ്. അപ്പോൾ സൈക്ലോക്സിജനേസ് എന്ന് പറയുന്ന എൻസൈം എൻ്റെ ആക്ഷൻ വഴി സൂപ്പർ ഓക്സൈഡ് അയോൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ NADPH ഡിപ്പെൻഡൻറ്റ് ഓക്സിഡേസ്, ഈ പറയുന്ന ഓക്സിഡേസിൻ്റെ ആക്ഷനിലൂടെ എല്ലാം ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി സൂപ്പർ ഓക്സൈഡ് അയോൺ. ദെൻ രണ്ട് ഫോംസിലായിട്ട് സൂപ്പർ ഓക്സൈഡ് അയണിന് എക്സിസ്റ്റ് ചെയ്യാം. ഒന്ന് സൂപ്പർ ഓക്സൈഡ് അയൺ ആസിഡ്, അതായത് O2 മൈനസ് ഓർ ഹൈഡ്രോ പെറോക്സിൽ റാഡിക്കൽ H2O അറ്റ് ലോ pH. ലോ pHൽ രണ്ട് ഫോംസിലാണ് ഈ പറയുന്ന സൂപ്പർ ഓക്സൈഡ് അയൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഹൈഡ്രോ പെറോക്സിൽ റാഡിക്കൽ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ആൻഡ് ക്യാൻ ഈസിലി എൻ്റർ ദ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ദാൻ ദ ചാർജ്ഡ് ഫോം. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിനൊക്കെ വേഗം അറ്റാക്ക് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, ഹൈഡ്രോ പെറോക്സിൽ റാഡിക്കലിന് പറ്റും. ദെൻ ഫിസിയോളജിക്കൽ pHൽ സാധാരണ കാണപ്പെടുന്ന ഫോം എന്ന് പറയുന്നത് സൂപ്പർ ഓക്സൈഡ് ആണ്. ഇറ്റ് ക്യാൻ ആക്ട് എസ് എ റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് ഇറ്റ്സ് റെഡ്യൂസസ് അയൺ കോംപ്ലക്സസ്. അയൺ കോംപ്ലക്സസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ ഫെറിറ്റിൻ എന്നൊക്കെ പറയുന്ന പ്രോട്ടീൻ ഒക്കെ ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അയൺ കോംപ്ലക്സസ് ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഹീമോഗ്ലോബിൻ, അങ്ങനത്തെ പ്രോട്ടീൻസിനെയൊക്കെ വേഗം ചെന്നിട്ട് ആർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, സൂപ്പർ ഓക്സൈഡ് അയണിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഓക്സിഡൈസ് അസ്കോർബിക് ആസിഡ് ആൻഡ് ടോക്കോഫെറോൾ.
What are they? Ascorbic acid എന്ന് പറയുന്നത് എന്താണ്? Ascorbic acid is vitamin C. Tocopherol is vitamin E. Okay, so vitamin C and this is vitamin E. അതാണ് അവരുടെ കെമിക്കൽ നെയിം. അപ്പോൾ ഈ പറയുന്ന these two are antioxidants actually. Vitamin C യും vitamin E യും antioxidants ആണ്. അപ്പോൾ they help in superoxide quenching. Okay, അത് ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിജന് ഒരു ഇലക്ട്രോണിനെ കിട്ടുമ്പോഴത്തേനും, അതായത് നമ്മുടെ മോളിക്കുലാർ ഓക്സിജന് ഒരു ഇലക്ട്രോണിനെ കിട്ടുമ്പോഴത്തേനും എന്ത് പറ്റും? വെൻ ഇറ്റ് ഗെയിൻസ് എൻ ഇലക്ട്രോൺ, ഒരു സിംഗിൾ ഇലക്ട്രോണിനെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എന്താണ് പറ്റുക? സൂപ്പർ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി അത് ഫെറിക് അയണിനെ ഫെറസ് അയണുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെറിക് അയണായിട്ട് മാറ്റുകയും അതോടൊപ്പം ഒരു സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടും ഈ ആദ്യം കാണിച്ചിരിക്കുന്ന രീതിയിലാണ് എന്ത് പറ്റുക? സൂപ്പർ ഓക്സൈഡ് അയണിൻ്റെ ജനറേഷൻ നടക്കുന്നത്. താഴെ കാണിച്ചിരിക്കുന്നത് മറ്റൊരു ഓട്ടോ ഓക്സിഡേറ്റീവ് പ്രോസസ്സ് വഴി ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. The next type of ROS is hydroxyl radical. So it's a neutral form of hydroxide ion. OH ion neutral form ആണ്. അത് highly reactive ആയിട്ടുള്ള free radical ആണ്. They react with both organic as well as inorganic molecules like DNA, protein, lipid and carbohydrate and cause severe damage to cell than any ROS can do. മെയിൻ ആയിട്ടും നമ്മുടെ ബയോളജിക്കൽ മോളിക്യൂൾസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫ്രീ റാഡിക്കൽ ഹൈഡ്രോക്സിൽ റാഡിക്കൽ ആണ്. ഓക്കെ, ദെൻ they bound in complex with different proteins such as ferritin. ഫെറിറ്റിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു അയൺ കണ്ടെയ്നിങ് അല്ലെങ്കിൽ അയൺ കാരിയർ പ്രോട്ടീൻ ആണ് ഫെറിറ്റിൻ എന്ന് പറയുന്നത്. സ്റ്റോർ ചെയ്യും, അത് ക്യാരി ചെയ്ത് ആർക്കാണോ ആവശ്യം അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ഒക്കെയാണ് അതിനുള്ളത്. ഓക്കെ, ദെൻ സെറുലോപ്ലാസ്മിൻ എന്ന് പറയുന്ന വേറൊരു പ്രോട്ടീനുമായിട്ടും ഈ പറയുന്ന ഹൈഡ്രോക്സിൽ റാഡിക്കൽ കോംപ്ലക്സ് ചെയ്ത് കാണാറുണ്ട്. ഇറ്റ്സ് എ പ്ലാസ്മ കോപ്പർ ക്യാരിയിങ് പ്രോട്ടീൻ ആൻഡ് ഓൾസോ അതർ മോളിക്യൂൾസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻസുമായിട്ട് കോംപ്ലക്സ് ചെയ്തും പ്രോട്ടീൻ കോംപ്ലക്സസുമായിട്ട് ബൈൻഡ് ചെയ്തും ഹൈഡ്രോക്സിൽ റാഡിക്കലിനെ കാണാറുണ്ട്. ദെൻ അണ്ടർ സ്ട്രെസ് കണ്ടീഷൻ എക്സസ് ഓഫ് superoxide releases free ion from ferritin and released free ion participate in Fenton reaction to form hydroxyl ion. ഹൈഡ്രോക്സിൽ അയണിന്റെ സിന്തസിസിനെ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ആ റിയാക്ഷന്റെ പേരാണ് ഫെൻറ്റൺ റിയാക്ഷൻ. ഇനി മറ്റൊരു റിയാക്ഷൻ ആണ്. ഇറ്റ്സ് ഓൾസോ ഫോം ബൈ റിയാക്ഷൻ ബിറ്റ്വീൻ സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ എ റിയാക്ഷൻ കോൾഡ് ഹെയ്ബർ-വേസ് റിയാക്ഷൻ. സോ ഇത് രണ്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് റിയാക്ഷൻ ലൈക്ക് ഫെൻറ്റൺ റിയാക്ഷനും അതുപോലെ ഹെയ്ബർ-വേസ് റിയാക്ഷനും വഴിയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോക്സിൽ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഫെൻറ്റൺ റിയാക്ഷൻ ആൻഡ് ദിസ് ഈസ് ദ ഹെയ്ബർ-വേസ് റിയാക്ഷൻ. ഓക്കെ, next is the peroxyl radical. Peroxyl radical is derived from oxygen in living systems and the simplest form of peroxyl radical is perhydral radical, that is HOOO. ഇതാണ് പെർഹൈഡ്രോക്സിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ പ്രോട്ടോനേഷൻ ഓഫ് സൂപ്പർ ഓക്സൈഡ്. സൂപ്പർ ഓക്സൈഡ് എന്തായിരുന്നു? O2 മൈനസ് ഡോട്ട് ആയിരുന്നു സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോട്ടോനേഷൻ വഴിയാണ് എന്തുണ്ടായത്? പെറോക്സിൽ റാഡിക്കൽ ഉണ്ടായത്. അതിൽ തന്നെ പെർഹൈഡ്രോക്സിൽ റാഡിക്കൽ ആണ് prominent ആയിട്ടുള്ളത്. Then 0.3% of superoxide in the cytosol of a typical cell is in the protonated form, that is this form. Then it initiates fatty acid peroxidation, can also promote tumor development. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഫ്രീ റാഡിക്കൽ പലതരം ഡിസീസിലേക്ക് ലീഡ് ചെയ്യുമെന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, അടുത്ത ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്കറിയാം. അതൊരു നോൺ റാഡിക്കൽ ആയിട്ടുള്ള ഫോമാണ്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് തന്നെയാണ്, പക്ഷെ അത് നോൺ റാഡിക്കൽ ആണ്. നമ്മൾ ആ ടേബിളിൽ കണ്ടിരുന്നു. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ വൈവോ ഇൻ എ ഡിസ്മ്യൂട്ടേഷൻ റിയാക്ഷൻ catalyzed by the enzyme superoxide dismutase. ഈ എൻസൈമിനെ ഓർത്തിരിക്കണം, ബിക്കോസ് ഈ എൻസൈം നമ്മുടെ ഒരു ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് സിസ്റ്റമിന്റെ ഭാഗമാണ് ഈ പറയുന്ന സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ഡിസ്മ്യൂട്ടേഷൻ റിയാക്ഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഇസ് ഇൻ വിവോ, സോ ഇറ്റ് ഇസ് ഹാപ്പനിങ് വിത്തിൻ ലിവിങ് സിസ്റ്റം. അപ്പോൾ ഡിസ്മ്യൂട്ടേഷൻ റിയാക്ഷനിൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്.
വാട്ടറും സൂപ്പർ ഓക്സൈഡും ചിലപ്പോൾ ഓക്സിജന്റെ പ്രസൻസിൽ ഈ പറയുന്ന എൻസൈം കാറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫോം ചെയ്യുക? ഹൈഡ്രജൻ പെറോക്സൈഡും മോളിക്കുലാർ ഓക്സിജനുമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഇതെല്ലാം ജോയിൻ ചെയ്തു എന്നല്ല, ഇത് ആക്ച്വലി ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചർ ആണ് ഈ പറയുന്ന എൻസൈം. സോ വെനെവർ ദർ ഇസ് എ സൂപ്പർ ഓക്സൈഡ് ദാറ്റ് ഇസ് ഫോം, ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് വാട്ടർ ടു ഫോം ലെസ് റിയാക്റ്റീവ് H2O2. കാരണം ഈ പറയുന്ന സൂപ്പർ ഓക്സൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇറ്റ് ക്യാൻ ഇനീഷ്യേറ്റ് എ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ അങ്ങനെ അത് ലിപ്പിഡ്സിനെയും പ്രോട്ടീനെയും DNA ഒക്കെ ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും ഈ പറയുന്ന എൻസൈം വന്നിട്ട് ആ ചെയിൻ റിയാക്ഷന്റെ പ്രോഗ്രസ്സിനെ എന്ത് ചെയ്യും? പ്രോഗ്രസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ ചെയിൻ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഈ ഫ്രീ റാഡിക്കലിനെ ക്വെഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഈ ചെയിൻ റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പുതിയ പുതിയ മോളിക്യൂൾസിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യും. ആ കാര്യമാണ് ഈ പറയുന്ന എൻസൈം ചെയ്യുന്നത്. ദാറ്റ് ഇസ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, SOD എന്ന് വിളിക്കും. ഈ പറയുന്ന കോപ്പർ, സിങ്ക് അല്ലെങ്കിൽ മാംഗനീസ് എന്തെങ്കിലും വേണം ഈ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസിന് വർക്ക് ചെയ്യാൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് generation. Then it's not a free radical but can cause damage to cell at a relatively low concentration, about 10 micromolar കോൺസെൻട്രേഷനിൽ ഉണ്ടെങ്കിൽ പോലും ഹൈഡ്രജൻ പെറോക്സൈഡിന് എന്ത് കോസ് ചെയ്യാം? സെൽസിൽ ഡാമേജ് കോസ് ചെയ്യാം. പക്ഷെ ഹയർ ലെവൽസിൽ സെല്ലുലാർ എനർജി പ്രൊഡ്യൂസിങ് എൻസൈംസ് സച്ച് എസ് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate dehydrogenase ആർ ഇനാക്ടിവേറ്റഡ്. ഓക്കെ, അപ്പം അതിൻ്റെ ഇഫക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്, ബയോളജിക്കൽ ഇഫക്റ്റ് ആണ് പറഞ്ഞത്. ദെൻ ഇതിന് ബയോളജിക്കൽ മെംബ്രെയിൻസിനെ പെനട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ DNA-ലേക്കൊന്നും H2O2 അതായത് പെറോക്സൈഡിന് ഡയറക്റ്റ് ഇഫക്റ്റ് ഇല്ല, ബട്ട് ക്യാൻ ഡാമേജ് DNA ബൈ പ്രൊഡ്യൂസിങ് ഹൈഡ്രോക്സിൽ റാഡിക്കൽ ഇൻ ദ പ്രസൻസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്. നേരത്തെ പറഞ്ഞ 3 അയോൺസും ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് അത് അറിയായിരിക്കുമല്ലോ, അവരാണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് അറിയപ്പെടുന്നത്. മേജർ ആന്റി ഓക്സിഡന്റ് എൻസൈം that can eliminate hydrogen peroxide include catalase, glutathione peroxidase and peroxyredoxins. അപ്പോൾ ഈ 3 എൻസൈംസും ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് വാട്ടർ ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഇസ് സിംഗ്ലറ്റ് ഓക്സിജൻ. So electronically they are highly excited metastable state of molecular oxygen and it's a highly reactive toxic ROS. അപ്പോൾ ഇത് വളരെ റിയാക്റ്റീവും വളരെ ടോക്സിക്കും ആണ്. ഇനി അതും ഇൻവൈവോ ആയിട്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ആക്ടിവേഷൻ ഓഫ് ന്യൂട്രോഫിൽ ആൻഡ് ഈസിനോഫിൽ. ഞാൻ പറഞ്ഞു ഈ പറയുന്ന രണ്ട് സെൽസും എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് ഈ പറയുന്ന രണ്ട് സെൽസും. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂണോജനിക് റെസ്പോൺസ് കാണിക്കുക, ഒന്നെങ്കിൽ ഫാഗോസൈറ്റോസിസ് കാണിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ന്യൂട്രോഫിലും ഈസിനോഫിലും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആക്ടിവേഷൻ വഴി ആ പറയുന്ന സെൽസിന്റെ അകത്ത് ഈ പറയുന്ന സിംഗ്ലറ്റ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ formed by some enzymatic reaction catalyzed by enzymes such as lipoxygenases, dioxygenases and lactoperoxidases. അപ്പോൾ ഒന്നെങ്കിൽ എൻസൈമാറ്റിക് ആക്ഷൻ വഴി നടക്കാം, അല്ലെങ്കിൽ ന്യൂട്രോഫിലും ഈസിനോഫിലും അവരുടെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? സിംഗ്ലറ്റ് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, then they are highly potent oxidizing agent that can cause DNA damage as well as tissue damage. ഇപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നതാണ് അവരുടെ മോഡ് ഓഫ് ഫോർമേഷൻ. ഇത് മറ്റൊരു നോൺ റാഡിക്കൽ ആയിട്ടുള്ള ROS ആണ്. Then this is our hydrogen peroxide and this will lead to the formation of a singlet oxygen together with water as well as chloride ion. Okay. The next type of reactive oxygen species is ozone. നമുക്ക് എല്ലാവർക്കും അറിയാം, പവർഫുൾ ഓക്സിഡന്റ് ആണ്, may be produced in vivo by antibody catalyzed water oxidation pathway which plays an important role in inflammation. അപ്പോൾ ഇൻഫ്ലമേഷനിൽ പങ്കെടുക്കുന്ന ആന്റിബോഡീസിന്റെ ആക്ഷൻ വഴിയും ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അത് പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡന്റ് ആണ്. ഇതിന് ഫ്രീ റാഡിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നോൺ റാഡിക്കൽ സ്പീഷീസിന്റെ പ്രത്യേകത എന്താണ്? അവർ ആസ് ഫ്രീ റാഡിക്കൽസ് അല്ല, ബട്ട് ദേ ക്യാൻ ട്രിഗർ ദ ഫോർമേഷൻ ഓഫ് what? Free radicals. Then they can also produce or bring about the harmful effects by oxidizing the biological molecule. So it can cause lipid peroxidation. Lipid peroxidation in എന്താന്ന് നമുക്ക് കാണാനുണ്ട്. Lipid peroxidation is nothing but the action of
these free radical on lipids. മെയിൻ ആയിട്ടും പ്ലാസ്മ മെംബ്രെയിൻ്റെ ലിപ്പിഡിൽ ഫ്രീ റാഡിക്കലിൻ്റെ ആക്ഷനെയാണ് എന്ത് പറയുക ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ലിപ്പിഡ് പെറോക്സിഡേഷൻ മാത്രമല്ല പല ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ ഓക്സിഡേഷനും ഇത് കാരണമാവുന്നുണ്ട്. ദെൻ പല ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ അമീൻ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ആൽഡിഹൈഡ്, സൾഫൈഡൽ ഗ്രൂപ്പ്. ഇതെല്ലാം എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിക് ആസിഡിലും അതുപോലെ പ്രോട്ടീനിലും. സൾഫൈഡൽ ഗ്രൂപ്പൊക്കെ നമുക്കറിയാം ഇഷ്ടമാതിരി പ്രോട്ടീൻസിൽ കാണുന്ന ഒരു ഗ്രൂപ്പാണ് സൾഫൈഡൽ ഗ്രൂപ്പ്. Then it can also cause chromosomal aberration, which may be due to direct attack by O3 or by free radical generated by it. Okay, അപ്പോൾ ക്രോമസോമിനും ഇതിൽ അതായത് ന്യൂക്ലിക് ആസിഡിനെയും വേണമെങ്കിൽ ഇത് അറ്റാക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ O3 പോയിട്ട് ഫ്രീ റാഡിക്കലിനെ ജനറേറ്റ് ചെയ്ത് ആ ഫ്രീ റാഡിക്കൽ പോയിട്ട് ഈ പറയുന്ന മോളിക്യൂൾസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെയും ഹാംഫുൾ ഇഫക്റ്റ് കൊണ്ടുവരാം. നെക്സ്റ്റ് ഈസ് ഹൈപ്പോക്ലോറസ് ആസിഡ്, HOCl എന്ന് പറയുന്ന ആ ഒരു നോൺ റാഡിക്കൽ ROS. ഇത് മേജർ ഓക്സിഡന്റ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ആക്ടിവേറ്റഡ് ന്യൂട്രോഫിൽ അറ്റ് ദ സൈറ്റ് ഓഫ് ഇൻഫ്ലമേഷൻ ഫ്രം ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ക്ലോറൈഡ് ഇൻ എ റിയാക്ഷൻ കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം മൈലോപെറോക്സിഡേസ്. അപ്പോൾ ആ മൈലോപെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, ക്ലോറൈഡ് അയൺ ഉണ്ട്. അങ്ങനെ ഹൈപ്പോക്ലോറസ് ആസിഡ് ഫോം ചെയ്യുന്നു ടുഗദർ വിത്ത് OH. Then it's a strong reactive species involved in oxidation and chlorination reactions. Then it can oxidize thiols and other biological molecules including ascorbate, urate, pyridine, nucleotides and tryptophan. ഇവരൊക്കെ വളരെ നമുക്ക് ബയോളജിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് തന്നെയാണ്. Then it chlorinates several components such as amines to give chloramine, tyrosyl residues to give ring chlorinated products, cholesterol and unsaturated lipids to give chlorohydrins, and it can also chlorinate DNA. അപ്പോൾ പല സ്ഥലങ്ങളിൽ ബയോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല കോമ്പൗണ്ട്സിനെയും പോയി ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് ചെയ്യുന്ന ഒരു കാര്യം. നെക്സ്റ്റ് ഇസ് നൈട്രിക് ഓക്സൈഡ് ഓർ നൈട്രജൻ മോണോക്സൈഡ്. ഇത് RNSൽ വരുന്നതാണ്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അല്ല. It's a small molecule generated by tissues by different nitric oxide synthesis, which convert L-arginine to L-citrulline. So അപ്പം L-arginine L-citrulline ആക്കി മാറ്റുന്ന റിയാക്ഷനിലൂടെയാണ് ഈ പറയുന്ന നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രിക് ഓക്സൈഡ് സിന്തേസിസ് ഓർ NOS. സോ ഈ റിയാക്ഷനിൽ terminal guanidonitrogen atom undergo oxidation and produces NO. Guanidonitrogen എവിടെ കാണുന്നത് നമുക്കറിയാലോ, അമിനോ ആസിഡിൽ പഠിച്ചതല്ലേ. Then 3 types of NOS ഉണ്ട്. ആ നേരത്തെ പറഞ്ഞ എൻസൈമിൻ്റെ 3 ഐസോസൈംസ് ആണ് അല്ലെങ്കിൽ 3 ഫോംസ് ആണ്. ന്യൂറോണൽ NOS, endothelial NOS, inducible NOS. They are involved in the formation of the NO radical. So neuronal NOS ഉണ്ട്, endothelial NOS ഉണ്ട്, and inducible NOS. So it is both aqueous and lipid soluble. അപ്പോൾ അത് രണ്ട് മീഡിയത്തിലും സോലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ് സൈറ്റോപ്ലാസ്റ്റിൽ ഡിഫ്യൂസ് ചെയ്യും, അതുപോലെ പ്ലാസ്മ മെംബ്രെയിനിലും ഡിഫ്യൂസ് ചെയ്ത് പോകാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രാസെല്ലുലാർ സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. അത് ഗ്വാനിലൈൻ സൈക്ലേസിനെയും അതുപോലെ പ്രോട്ടീൻ കൈനേസിനെയും ഒക്കെ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. അവിടെ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ട് ഈ പറയുന്ന ഓക്സൈഡ്സ് വർക്ക് ചെയ്യും. It is identical to endothelium derived relaxing factor EDRF produced by vascular endothelial cell, which is an important mediator of vascular responses. അപ്പം ആ വാസ്കുലർ റെസ്പോൺസ് ബ്രിങ് അബൌട്ട് ചെയ്യാൻ വേണ്ടി ഡിറൈവ് ചെയ്തിരിക്കുന്ന പ്രോട്ടീനെ പോലെ തന്നെയാണ് ആരും ഇരിക്കുന്നത്, NO ഇരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് as important cellular redox regulator and regulate enzymatic activity by nitrosylating the protein. Since it is involved in many biological activities like blood pressure regulation, smooth muscle relaxation, neurotransmission, defensive mechanism, and immune regulation, this molecule was regarded as a molecule of the year 1992. ഇതിൻ്റെ ഇത്രയും സിഗ്നിഫിക്കൻസ് കാരണമാണ് ഇതിന് ഈ ഒരു പദവി കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഒരു റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ് തന്നെയാണ് പെറോക്സി നൈട്രേറ്റ്.
പക്ഷേ പെറോക്സി നൈട്രേറ്റിന്റെ പ്രത്യേകത പെറോക്സി നൈട്രേറ്റ് 2 കാറ്റഗറിയിലും നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു റാഡിക്കലാണ്. So it is formed by the reaction between O2 minus and NO. It is highly toxic and can directly react with carbon dioxide to form highly reactive nitroso-peroxo-carboxylate. Direct ആയിട്ട് carbon dioxide ആയിട്ട് react ചെയ്യും or പെറോക്സി നൈട്രസ് ആസിഡ്. ഈ 2 കോമ്പൗണ്ട്സ് ആണ് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. Then ഈ പറയുന്ന പെറോക്സോ കാർബോക്സിലേറ്റ് നേരത്തെ ആ പറയുന്ന റാഡിക്കൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഉണ്ടായ പെറോക്സോ കാർബോക്സിലേറ്റ് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്തത്? കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ആ പ്രോഡക്റ്റ് ഇറ്റ് ഫർദർ അണ്ടർഗോ homolysis to form both OH minus and NO2 or rearrange to form NO3 OONO and can oxidize lipid, oxidize methionine and tyrosine residues in protein, oxidize DNA to form nitroguanine. Then nitrotyrosine residues are considered as marker for peroxynitrite induced cellular damage. അപ്പം നൈട്രോടൈറോസിൻ റെസിഡ്യൂസിന്റെ പ്രസൻസ് അത് എന്തോരം ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെറോക്സിനൈട്രേറ്റ് ഇൻഡ്യൂസ് ചെയ്ത സെല്ലുലാർ ഡാമേജ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന നൈട്രോടൈറോസിൻ റെസിഡ്യൂ എന്ന് പറയുന്നത് ഒരു മാർക്കറാണ്. എന്തോരം സ്ട്രെസ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു മാർക്കറാണ് ഈ പറയുന്ന ടൈറോസിൻ റെസിഡ്യൂ എന്ന് പറയുന്നത്.